അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ പട്ടം പറത്താണ് എൻ്റെ വീഡിയോ ആണ്. ഹലോ, അസ്സലാമു അലൈക്കും എഗൈൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ പട്ടം പറത്താൻ വേണ്ടിയിട്ട് കുറേ ആയി. എപ്പോഴും അങ്ങനെ മണ്ടക്കൊട്ടും കയറലില്ല, അങ്ങനെ വല്ലപ്പോഴൊക്കെ കയറാറുള്ളൂ. ഇപ്പം സ്ഥിരമായിട്ട് കയറാറുണ്ട് കേട്ടോ. മേളിലത്തെ ആകാശവും രാത്രിയാകുമ്പോൾ സ്റ്റാർസൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ കുറേ വാരനക്ഷത്രമൊക്കെ കാണാറുണ്ട്. നിങ്ങൾ ആകാശം ഞാൻ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റിട്ടാ നന്നായിട്ട്. പിന്നെ ഞങ്ങൾ പട്ടം പറത്താണ്. ഇവന്മാരെപ്പോഴും പട്ടം പറത്തും. ഇവനും അബിയും ഒക്കെ ആയിട്ട് പോയിട്ട് പട്ടം പറത്താറുണ്ട്. ഇവർ എപ്പോഴും ബീച്ചിൽ പോയിട്ടാണ് പറത്താറ്. നമ്മൾ ഇപ്പം മണ്ടക്ക് കാറ്റുള്ളതുകൊണ്ടിട്ട് ഇവിടെ വന്നിട്ടാണ് പറത്തൽ. അങ്ങനെ എനിക്ക് വലിയ ഇതൊന്നും തോന്നില്ല, പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. മേളിൽ കയറി കഴിയുമ്പോഴത്തേനും അത്ര ഹൈറ്റ് നിൽക്കുമ്പോഴത്തേനും. അപ്പം എന്നാൽ പട്ടം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കുപ്പിക്കകത്ത് ചുറ്റിരിക്കുന്ന നൂല് 3 നൂലാണ്, ഫുള്ള് 3 നൂലാണ് അതിൽ റോളായിട്ട് നമ്മൾ ചുറ്റി വെച്ചേക്കുന്നത്. അങ്ങനെ ആ ഒരു നൂലിൽ അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമേ അവനൊരു പട്ടം പറത്തി കയറ്റി. അപ്പം അതിന് ഞാൻ മണ്ടക്ക് കയറിയിട്ടുണ്ടായില്ല. ഇത് നമ്മുടെ 2ാമത്തെ ഫ്ലോറിൻ്റെയും മണ്ടക്കാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഏറ്റവും മണ്ടക്കിട്ട് കയറിയിട്ട് ഇത് 2ാമത്തെ പട്ടമാണ്. അങ്ങനെ അത് ഷെസ്വാടെ പട്ടമാണെന്ന് പറഞ്ഞാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു, പെട്ടെന്ന് കയറി ഇങ്ങ് പോകണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ വ്ളോഗൊന്നും എടുക്കാമായിരുന്നത് നമുക്ക് നെറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇപ്പം ഇടുന്ന ഒരു ഷോർട്സ് ആണെങ്കിൽ പോലും ഞാൻ നോർമലി നമ്മുടെ ഡാറ്റ ഉപയോഗിച്ചിട്ട് കയറുകയാണെങ്കിൽ അത് അപ്ലോഡ് ആകുമ്പോഴത്തേനും രാത്രി ആറുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോസൊന്നും കൂടുതൽ എടുക്കാഞ്ഞതും അപ്ലോഡ് ചെയ്യാഞ്ഞതും. അപ്പം നമ്മൾ വൈഫൈ സെറ്റ് ആയതുകൊണ്ട് പിന്നെ വീണ്ടും വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ 2ാമത് കയറ്റിയ ഷെസ്വാറ വട്ടം എന്ന് പറഞ്ഞ് കയറ്റിയത് പൊട്ടിപ്പോയിട്ടാണ്. പിന്നെ കാറ്റിൻ്റെ ഇതുകൊണ്ട് നമ്മൾ വലിക്കുന്നതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോയി. വേറെ ചെയ്യാം, നമുക്ക് മാമ ഉണ്ടാക്കി തരും. അങ്ങനെ ഷെസ്വാക്ക് പട്ടം കൈക്കായി. അങ്ങനെ പിന്നെ അവളുടെ വളയിലിട്ട് ഞങ്ങൾ അവന് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ടായി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പട്ടം പറന്ന് അങ്ങ് പോയി. അങ്ങനെ അവൾ ഹാപ്പിയായി. കുറേ കഴിഞ്ഞിട്ടും ഇങ്ങനെ അയാളത്തെ കൊടുക്കാൻ നൂല് കഴിഞ്ഞല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ അതിനെ ലൂസാക്കി കൊടുത്ത് പിന്നെ മണ്ടക്ക് തന്നെ വട്ടമായി. അങ്ങ് ദൂരെയാണ് വട്ടം. നിങ്ങൾ കാണുന്ന പോലെ ഇന്ന് ഓണമായിരുന്നു. ഞങ്ങൾ അന്ന് ഓണത്തിൻ്റെ അന്നാണിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഫ്രണ്ടിൽ അത്തുമൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. വള ഊരിക്കൊണ്ട് പോവാ. എന്റെ റബ്ബേ, കാക്ക വള കൊണ്ടുപോയത് പോലെ അയക്കാറും. പിന്നെ ഓനാണെങ്കിൽ ഷന്യാദ് നമുക്ക് നൂലിൽ കൂടെ തന്നെ പേപ്പർ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. കാരണം ആ പേപ്പർ പോകുന്നതിൻ്റെ ആ ഹൈറ്റ് അങ്ങ് ഇപ്പോൾ ഒരു ചെറുതായിട്ട് കാണുന്ന സംഭവമില്ല, അത് ആ പേപ്പറാണ് കേട്ടോ. ഇവിടുന്ന് കൊടുത്ത പേപ്പർ അങ്ങ് വരിക്കും പോകണത് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ പേപ്പർ കയറ്റി കൊടുക്കാൻ തുടങ്ങി. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഓരോന്നും പേപ്പറൊക്കെ കയറ്റി ഞങ്ങൾ ഇട്ടു. പിന്നെ നമ്മൾ എന്നാലും കൈ പെട്ടെന്ന് നമ്മൾ മുറിയും. കാരണം ഒന്നാമത് നൂലാണ്, പിന്നെ നമ്മുടെ സോഫ്റ്റ് സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ച് നന്നായിട്ട് മുറിയും. അത്രയ്ക്ക് ശക്തിയായിരിക്കും കാറ്റിനും. പിന്നെ അതുപോലെ തന്നെ
നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ കൈയും മുറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പേപ്പറൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത്രയും ഹൈറ്റിൽ കയറ്റിയത്. ഇച്ചിരി റിസ്ക് പിടിച്ച സംഭവമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഉണ്ടാക്കി. അടുത്ത പേപ്പറാണ് കേട്ടോ അത്. അങ്ങനെ ഇങ്ങനെ കയറ്റി കയറ്റി ഇടാറുണ്ട്. നല്ല ഭംഗിയാണ് പട്ടം പറന്ന് മേടിക്കാൻ. പല ഷേപ്പിലുള്ള പട്ടം ഉണ്ടാവുമല്ലോ, അപ്പം നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇതിപ്പോൾ അവൻ ഉണ്ടാക്കിയെടുത്ത പട്ടമാണ് കേട്ടോ. ഒരെണ്ണം പൊട്ടിപ്പോയത് ഷെസ്വാടെ പട്ടയെന്ന് പറഞ്ഞില്ലേ, അത് അവന് ബീച്ചിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു. ഇത് അവന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പണ്ട് ഉമ്മച്ചീൻ്റെ വാപ്പിച്ചി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊക്കെ കടപ്പുറത്തൊക്കെ പോയിട്ട് പറത്തി തരുമായിരുന്നു. ഇപ്പം വണ്ടിയപ്പി ഉണ്ടാക്കിയൊക്കെ തരും, പക്ഷേ സമയമില്ല, ഞങ്ങൾക്ക് സമയമില്ല, വണ്ടിയപ്പിക്ക് സമയമില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ നല്ല ആ ഒരു സമയത്ത് ഹെന്നാദ് കണ്ടുപിടിച്ച സംഭവമാണ് ഇതൊക്കെ. അങ്ങനെയാണ് അവൻ പിന്നെ ഉണ്ടാക്കാനും ആദ്യമൊക്കെ ഇവൻ്റെയൊക്കെ ചോദിക്കുമ്പോഴത്തേനും എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹെന്നാദ് പറയുന്ന സംഭവം പട്ടക്കമ്പനി ഉണ്ടാക്കണം, JCB ഡ്രൈവറാണോ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളങ്ങനെ പട്ടംപുറത്തേക്ക് കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു സംഭവം, അവിടെ മയിൽ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ആ ഒരു 2 തൈയുടെ ഇടയ്ക്കിട്ട് ഒരു മയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് കറങ്ങി നടന്ന താരമാണ് ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ പെട്ടത്. ഞങ്ങളെന്നിട്ട് സൂം ചെയ്തൊക്കെ നോക്കി, പക്ഷേ അതിന് ഫ്ലാറ്റ് ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ആ പച്ചയിടക്കിൽ തന്നെ ആൾ അപ്പുറത്തേക്ക് കൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ മയിലിനെയൊക്കെ കണ്ട് പിന്നെ പട്ടമൊക്കെ തിരിച്ചിറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പട്ടമൊക്കെ തിരിച്ചിറക്കി കയറ്റി ഒക്കെ നിൽക്കായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. പട്ടം കയറ്റലും ഇറക്കലും ഒക്കെയാണ്. അപ്പം നല്ല രസമാണ് കേട്ടോ. പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഞാൻ ആ ടൈമിൽ കോളേജിലായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായില്ല. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഞാൻ പട്ടുണ്ടാക്കുന്ന വീഡിയോ ഒരു ദിവസം എപ്പോഴെങ്കിലും ഇടാം. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് ബിസിയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു പട്ടം പറത്തൽ സിസ്റ്റം, അത്രയോടെ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ.